നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഡെസ്കിൽ വെച്ചാട്ടോ. അപ്പോൾ ഈ ഡെസ്ക് എന്താ ഈ ഒരു അവസ്ഥയിൽ കിടക്കണം എന്നുള്ളത് വിചാരിക്കണം. ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഞാനിങ്ങനെ ടച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഡെസ്ക് ഈ ഒരു കുളത്തിലായത്. മാത്രമല്ല ഈ ഒരു ഡെസ്ക് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഡസ്റ്റ് തന്നെ ഈ ഒരു ഡെസ്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുകയും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു മേക്ക് ഓവർ നടത്തുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇപ്രാവശ്യം ഷോർട്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2-3 പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് തന്നെ ഈ ഡെസ്കിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് റിമൂവ് ആക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഡെസ്ക് വളരെ മിനിമലായിട്ട് വെക്കണം നല്ല ആഗ്രഹമുണ്ട്. ബട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഞാനൊരു മാക്സിമലിസ്റ്റാണ്. ഒരുപാട് സാധനങ്ങൾ എൻ്റെ ഡെസ്കിൽ അങ്ങോട്ട് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡസ്റ്റും അത് കളക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ ഞാൻ ഡ്രസ് മേക്ക് ഓവർ ചെയ്തൊരു മിനിമലായിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീനിങ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടോ കാണിക്കുന്നത്. ഇതിലെല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്തിട്ട് ആദ്യം വെറ്റ് വൈപ്സ് വെച്ച് തുടച്ചതിന് ശേഷം ഡ്രൈ വൈപ്സ് വെച്ചിട്ട് ഞാൻ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുമ്പോൾ തന്നെ ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് തിരിച്ച് വെക്കുമ്പോൾ ഈസിലി നമുക്ക് ക്ലീൻ ഒന്നും ചെയ്യാനല്ല പെട്ടെന്ന് തന്നെ തിരിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് റൂമിൻ്റെ വിൻഡോ ഞാൻ ഒട്ടും അടയ്ക്കാറില്ല കേട്ടോ. അത് ഫുൾ ടൈം തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഡസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ ഒരു വൈറ്റ് ഡെസ്ക് അതിനെ കൊണ്ട് തന്നെ ഒരുപാട് കറയും അതും ഇതൊക്കെ ഇതിൻ്റെ മുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ടുള്ള കറകളൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം കറകളൊക്കെ ഇതിലോട്ട് പോയി കിട്ടും. പോകാത്തതും ഉണ്ട്. വൈറ്റ് ഡെസ്ക് ആകുമ്പോൾ ഈ കറകളൊക്കെ നല്ലോണം എടുത്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യും.